അവൻ ഇവളുടെ പുറയിലല്ല പൈസയുടെ പുറയില വരുന്നതെന്ന് പറഞ്ഞ് അത് ഉറച്ചനെ നിൽക്കും. ഇതോടെ അവൾ മൊത്തം ദേഷ്യത്തി അച്ഛൻ പറഞ്ഞ ഒന്നും തന്നെ വിശ്വസിച്ചില്ലെന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് അവൾ അവിടെ നേരെ ലിന്റെ വീട്ടിലേക്ക് ഒരുമിരാണ്. ഇതേ സമയം അവനും അവന്റെ കൈവേദന മാറാൻ വേണ്ടി അവിടുന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് അവനും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവന്റെ വീട്ടിന്റെ പുറത്ത് ഷീഗോൻ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവനാണ് ഇവൾ ഇത്രയും നേരത്തെ വന്നോന്ന് പറഞ്ഞ് അവളെ കാണാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവളും ഇവനോട് ഒരു കാര്യം ചോദിച്ചോട്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തോ വിഷയം എന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഇപ്പൊ ഇവളുടെ അച്ഛനെ കണ്ടിട്ട് വന്നപ്പോ അവളുടെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവനൊന്നും മനസ്സിലാവാതെ ഇവളുടെ അച്ഛൻ എപ്പോഴും എങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അവൾ അതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് കഴിച്ചിട്ട് ഇവനെ നീയാൻ അറിയാൻ ചോദിക്കും. അങ്ങനെ ആ പേര് കേട്ട് അവനും അതാരാന്ന് പറഞ്ഞ് തിരിച്ച് ഇവളോട് ചോദിക്കുമ്പോൾ അവളാണ് സന്തോഷത്തി. അപ്പൊ നിനക്ക് അവൾ അറിയത്തില്ലെന്നറിഞ്ഞ് അവൾ ചെയ്തിട്ട് ആശ്വാസപ്പെടും. അപ്പൊ അച്ഛൻ പറഞ്ഞത് കള്ളാണെന്ന്. പക്ഷെ എന്നാലും അച്ഛൻ എന്തിനാ വെറുതെ കള്ളം പറഞ്ഞെന്നറിഞ്ഞ് ഇവളെ മനസ്സിങ്ങനെ കുറെ ആലോചിച്ചിട്ട് അവൾ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ ഇത് കാണുന്ന അവനാണ് ഇവനെ നിയാനോട് പരിചയമുണ്ടെന്ന് ഇവളുടെ അച്ഛൻ വല്ലതും പറഞ്ഞോ ചോദിക്കും. അത് കേൾക്കുന്ന അവളും ഇവളുടെ അച്ഛൻ ഇപ്പൊ ഡിവോഴ്സ് ചെയ്ത് വേറൊരു ലേഡിയായിട്ട് ജീവിക്കുന്ന കാര്യമൊക്കെ ഇവൻ അറിയാലോ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവനാണ് അപ്പൊ അവരുടെ മകളാണോ നിയാന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അവളും ഇപ്പൊ ഇവൻ ആളെ മനസ്സിലായെങ്കിൽ അവളെ 2 വർഷം മുമ്പ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇവർ കണ്ടുമുട്ടിയെന്ന അവളുടെ അച്ഛൻ പറഞ്ഞെന്നറിയും. അങ്ങനെ അവൾ ഇവനെ ഡേറ്റിന് വിളിച്ചപ്പോ ഇവൻ വരുന്ന വഴിക്ക് എങ്ങാണ്ട് ആക്സിഡന്റ് പറ്റിയെന്ന് ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് അപ്പൊ അവളാണ് ഡേറ്റിന് വിളിച്ചത്, നീ അല്ലേ എന്നെ ഡേറ്റിന് വിളിച്ചത് എന്ന് ഇവൻ ചോദിക്കുമ്പോ തന്നെ അവളാണ് ആ സമയത്ത് ഇവന് പരിചയം പോലും ഇല്ലാതെ അവൾ എങ്ങനെ ഡേറ്റിനൊക്കെ വിളിക്കുകയും ചോദിക്കും. അപ്പോഴാണ് ലിൻ അറിയാൻ വരുന്ന സത്യത്തി തുടക്കത്തി ഇവളല്ല അവനെ ഡേറ്റിന് വിളിച്ച് മറ്റേ നിയാനാണെന്ന്. അങ്ങനെ അതോടെ അവനാണ് മൊത്തത്തിൽ തകർന്നു പോയിട്ട് അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവൻ അതൊക്കെ ഓർത്തു വെക്കാൻ പറയുമ്പം അവളാണ് ഇവനെ കണ്ടതായിട്ട് അവൾക്ക് ഓർമ്മയില്ലെന്ന് പറയും. അതോടെ അവനും മൊത്തത്തിൽ വിഷമിച്ചിട്ട് എങ്കിൽ പിന്നെ അന്ന് നടന്ന ആക്സിഡന്റ് തന്നെ ഇവൾക്ക് വേണ്ടി അല്ലെന്ന് മനസ്സിലാക്കി അവനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാകും. അതുകൊണ്ട് അവൻ അപ്പം തന്നെ അവന്റെ മറ്റേ കൂട്ടാനെ ഫോൺ വിളിച്ച് അവനിപ്പോ നാട്ടിലേക്ക് വന്നാൻ ചോദിക്കും. അങ്ങനെ അതോടെ അടുത്ത സെക്കൻഡ് ലിന്നാണ് ഷീഗോനെ വിളിച്ചോണ്ട് അവന്റെ കൂട്ടാനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവന്റെ കൂട്ടാനും സന്തോഷത്തിൽ ഇവനെ കാണാൻ വേണ്ടി വരുമ്പം പെട്ടെന്ന് ഇവ രണ്ട് ഒരുമിച്ച് കണ്ടിട്ട് ഷീഗോൻ എന്തോ ഇവന്റെ കൂടെ വരുന്നതെന്ന് അവനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ലിന്നും 2 വർഷം മുമ്പ് നടന്ന ആക്സിഡന്റ് ഇവൻ ഓർമ്മയുണ്ടോ ചോദിക്കും. അങ്ങനെ ഇവൻ എന്തുകൊണ്ടാ വന്നേന്നുള്ള റീസൺ അറിയാവുന്നവരും ചോദിക്കുമ്പോൾ അവന്റെ കൂട്ടാനാണ് വിഷമിച്ചിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അന്ന് ഞാൻ നിന്നെ ഡേറ്റിന് വിളിച്ചോണ്ടല്ലേ നിനക്ക് ആക്സിഡന്റ് സംഭവിച്ചത്, അതെനിക്കറിയാം എന്നിനെ കൂട്ടുകാരും പറയുമ്പം ഇത് കേട്ട് ലിന്നാണ് അന്ന് എന്തോ ഫോണിൽ സംസാരിച്ചെന്ന് ഒന്നും കൂടെ സംസാരിക്കാൻ പറയും. ഇത് കേട്ട് അവന്റെ കൂട്ടാനും അതൊക്കെ എങ്ങനെ ഓർമ്മ കാണുമെന്ന് പറഞ്ഞ് അവനൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പം ലിന്നാണ് എങ്കിൽ പിന്നെ അവ ഓർമ്മിപ്പിച്ചു തരാം, ഇവൻ പറയുന്നൊക്കെ കറക്റ്റ് ആണെന്ന് മാത്രം തിരിച്ച് പറഞ്ഞാമെന്ന് പറയും. അങ്ങനെ അത് അവന്റെ കൂട്ടുകാരനെ സമ്മതിക്കുമ്പം ലിന്നും അന്ന് ഇവൻ ഫോൺ വിളിച്ചത് ഇവൻ പാർട്ടിക്ക് വെച്ച് കണ്ടുമുട്ടിയ ആ സൗന്ദര്യമായിട്ടുള്ള പെൺകുട്ടിയുടെ ഡേറ്റിന് വരാൻ വേണ്ടിയില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് കൂട്ടാനും അവൻ അങ്ങനെ പറഞ്ഞെന്ന് ഇവനോട് പറയുമ്പം ലിന്നാണ് എങ്കിൽ പിന്നെ അതിനുശേഷം ആ പെൺകുട്ടി മിസ്റ്റർ ചെങ്ങിന്റെ മകളായിട്ടല്ലേ നീ എന്നോട് പറഞ്ഞെന്ന് ഇവൻ ആ കാര്യം പറയുമ്പം അവന്റെ കൂട്ടാനും അവനന്ന് അങ്ങനെ പറഞ്ഞെന്നറിയും. പക്ഷെ സത്യത്തിൽ അവന് പിന്നീടാ മനസ്സിലായ ആ നിയാൻ യഥാർത്ഥത്തിൽ മിസ്റ്റർ ചെങ്ങിന്റെ മകളല്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് അന്ന് ആ പെങ്കൊച്ച് ഇവനോട് പറഞ്ഞു വിശ്വസിച്ച് മിസ്റ്റർ ചെങ്ങിന്റെ മകളായിട്ട് ഇവനോട് തെറ്റിച്ച് പറഞ്ഞെന്ന് പറയുമ്പം ഇവിടെ ഷീഗോനെല്ലാം മനസ്സിലാവും സത്യത്തിൽ മറ്റവള് ഇവളുടെ അച്ഛന് ജനിച്ച മകളായിട്ടാണ് അന്ന് ലിന്നിനോട് പരിചയപ്പെടാൻ നോക്കിയത്. അങ്ങനെ അതുകൊണ്ടാണ് ലിൻ തെറ്റിരിച്ച് സത്യത്തിൽ ഷീഗോന അവനെ ഡേറ്റിന് വിളിക്കുന്നതെന്ന്. അതുകൊണ്ട് ആ കാര്യം അവനിപ്പോ ഇവൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പം അവന്റെ കൂട്ടാനും മൊത്തത്തിൽ കുറ്റബോധമാകും. ഇതേ സമയം തന്നെ ലിന്നും അവന് ഇപ്പോഴാ സത്യം അറിഞ്ഞുകൊണ്ട് അവൻ മൊത്തത്തിൽ സങ്കടത്തി അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സിനോട് ഇന്നത്തെ പാർട്ടിയെ ക്യാൻസലായെന്ന് പറഞ്ഞ് അവർക്ക് മെസ്സേജ് പറയും. അങ്ങനെ അതിനുശേഷം ലിന്ന അവളൊന്ന് ഹോസ്റ്റലിലാക്കുമ്പോഴാണ് അവൻ ഇവളോട് സോറി പറയും. അങ്ങനെ ഇത് കേട്ട് അവള് കുഴപ്പമില്ലെന്ന് പറയുമ്പം അവന് തനിച്ചിരിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞയക്കും. കാരണം അവൻ നല്ല സങ്കടത്തിലുള്ള ഇവന്റെ ആക്സിഡന്റിന് കാരണം ഇവളല്ലെന്ന് അറിഞ്ഞുകൊണ്ട്. അതിനുശേഷം ഇവിടെ ഷീഗോനാണ് അവളുടെ അച്ഛനെ ഫോൺ വിളിക്കുമ്പം അവളുടെ അച്ഛന് സന്തോഷത്തി ഇങ്ങേര് പറഞ്ഞ കാര്യമൊക്കെ ലിന്നോട് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ലിന്റെ ഭാഗത്തല്ല തെറ്റ് ആദ്യം അച്ഛന്റെ കൂടെ ഇരിക്കുന്ന ആ ലേഡിയും അവരുടെ മോളും കൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനാണ് പുച്ഛിച്ചിട്ട് എന്റെ മോളെ അവൻ നിന്നെ എന്തോ പറഞ്ഞു പറ്റിച്ച്, നിനക്ക് ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ, അവൻ ആദ്യം മറ്റവളുടെ പുറയിലെ പോയ അവൾ സെറ്റായിരുന്നു വിചാരിച്ചപ്പോ അടുത്ത് നിന്റെ പുറയൊന്ന്, ഇതൊന്നും നീ വിശ്വസിക്കില്ല ഷീഗോൻ, നിനക്കിപ്പോഴും ആൾക്കാരാരെന്ന് മനസ്സിലായി എന്നിന് അവളുടെ അച്ഛൻ പറയുമ്പം ഇത് കേട്ട് അവളാണ് ഇയാളുടെ മറ്റേ മോള് നിയാന അച്ഛന്റെ സ്വന്തം മോളെന്ന് പറഞ്ഞ് ലിനിനെ ഡേറ്റിന് വിളിച്ചെന്ന് പറഞ്ഞ് അത് കാരണം ഈ തെറ്റുകാരനെ കൊണ്ടായെന്ന് പറയും. അങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ അച്ഛൻ അറിയാമെന്ന് പറഞ്ഞ് ഇവളിപ്പോ ചോദിക്കുമ്പം ഇത് കേട്ട് ഇവളുടെ അച്ഛനാണ് മൊത്തം ഷോക്കായി പോകും. അതിനുശേഷം അവളും സ്വന്തം മോളായിട്ട് ആക്ട് ചെയ്ത് അവളെ ലിനിന് പറ്റിച്ച് അല്ലാതെ ലിൻ അവളുടെ പുറയെന്ന് വന്നില്ലെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവസാനമായിട്ട് അവളും നിയാനെ കുറിച്ച് ഒന്നും അറിയാതെ അവളെ വിശ്വസിച്ച അച്ഛനാണ് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു വ്യക്തി എന്ന്
എന്നറിഞ്ഞ് അവൾ ഇവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഇത് കേട്ട് അവളുടെ അച്ഛനും സത്യത്യാന്ന് എന്തോ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴാണ് 2 വർഷം മുമ്പ് മറ്റേ നിയാനാണ് ലിന്നെ ഡേറ്റിന് വിളിച്ചപ്പോ അവൻ വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയി കാണും. പക്ഷെ ഇതറിഞ്ഞിട്ടും അവൾ അവനെ കാണാൻ പോയില്ല. അങ്ങനെ അതുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഇവള് മേടിച്ച് ഷീഗോന്റെ അച്ഛനോട് സഹായം ചോദിക്കുമ്പം അങ്ങേരാണ് ആ കാർ ആക്സിഡന്റ് ആയത് ഇവളുടെ തെറ്റൊന്നല്ലല്ലോ എന്നറിഞ്ഞ് ഇവൾ എന്തിനെ പേടിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ലിന്ന ഇവള് ഡേറ്റിന് വിളിച്ചതെന്നറിഞ്ഞ് അവൾ ഇങ്ങേരോട് കള്ളം പറയും. കൂടാതെ അവനൊരു സർജറി ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് ഇനി അവനെ കൊണ്ട് ഡോക്ടർ ആകാൻ പറ്റത്തില്ലെന്നറിഞ്ഞ് അത് കാരണം ഇവളൊരു കുറ്റക്കാരിയാക്കുമെന്ന് അറിയുമ്പം ഇത് കേട്ട അച്ഛനും അവൻ ആക്സിഡന്റ് സംഭവിച്ച ഇവൾ എന്തിനാ കുറ്റക്കാരായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അവനെ പോയി കണ്ടുകൂടായിരുന്നു ചോദിക്കും. അതോടെ അവളും കരഞ്ഞോണ്ട് സോറി പറയുമ്പം ഇവൾക്കൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവൾ ഇതൊക്കെ പഠിച്ചേനെന്ന് പറഞ്ഞ് അവൾ കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഷീഗോന്റെ അച്ഛനാണ് ഈ പ്രശ്നം അങ്ങേര് സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ലിന്റെ അങ്കിളിനെ ഫോൺ ചെയ്യും. അങ്ങനെ അയാൾക്ക് ലിൻ അങ്ങനെ ആക്സിഡന്റ് പറ്റിയതിലൊക്കെ വലിയ ദുഃഖമൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് അത് വലിയ ആക്സിഡന്റ് ഒന്നും അല്ലെന്ന് പറഞ്ഞ് ഇയാൾ കൂളായിട്ട് സംസാരിക്കുമ്പം ഷീഗോന്റെ അച്ഛനാണ് ഇത് കേട്ടിട്ട് നിന്റെ ചേച്ചിയുടെ മകനല്ലെന്ന് പറഞ്ഞ് അതിനോർത്തൊന്നും വിഷമിക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന്റെ അങ്കിളാണ് ഈ പ്രായത്തിൽ പിള്ളേരൊക്കെ വണ്ടി ഓടിച്ച് അങ്ങനെ ആക്സിഡന്റ് ആയ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞ് അയാളുടെ പണി നോക്കിക്കൊണ്ടിരിക്കും. അതിന് ഷീഗോന്റെ അച്ഛനും ലിൻ ഇവളെ കാണാൻ വേണ്ടി വന്നപ്പോഴാ ആക്സിഡന്റ് പറ്റിയെന്ന് അവൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ഇനി അതോർത്ത് ഇവളും പേടിക്കണം എന്നറിയും. അപ്പോഴാണ് അവൾ ആശ്വസിത്തി ഇങ്ങേരോട് താങ്ക്സ് പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്ത് കാണുന്നത്. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കിയിട്ട് ഇപ്പൊ ഷീഗോന്റെ അച്ഛൻ കട്ട ദേഷ്യത്തി നേരെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇങ്ങേര് വരുന്നെന്ന് അറിഞ്ഞ ഉടനെ മറ്റേ ലേഡിയെ നിയാനും കൂടെ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവിടേക്ക് വരുന്ന അച്ഛനാണ് ഭയങ്കര ദേഷ്യത്തി ഇപ്പൊ ഇവളെ വിളിച്ചെടുത്ത് ചോദ്യം ചെയ്യുമ്പം അവൾ എന്തോ ഭക്ഷണമൊന്നും അറിയാതെ കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരട്ടെ എന്നറിഞ്ഞ് അവളെ കുറച്ച് സ്നേഹത്തിലൊക്കെ ആക്ട് ചെയ്യും. കാരണം എന്നാലേ പൈസ കിട്ടത്തുള്ളന്ന്. പക്ഷെ അടുത്ത സെക്കൻഡ് ഇത് കേട്ട് അച്ഛൻ അവൾ അടിക്കാൻ പോകുമ്പം അവരാണ് പേടിച്ചിട്ട് എന്തോ ഭക്ഷണം നിറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ പേടിച്ചു പോകും. അപ്പോഴാണ് അങ്ങേരാണ് ഭയങ്കര ദേഷ്യത്തി 2 വർഷം മുമ്പ് നീ ലിന്നിന് ഡേറ്റിന് വിളിച്ചിട്ട് അവൻ വിളിച്ചായിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞു വന്ന് അന്ന് ആക്സിഡന്റിന് ശേഷം ഇവൾ കാണാൻ പോകാത്തത് ഒരു വലിയ തെറ്റാന്നറിയും. കൂടാതെ അത് മാത്രമല്ലാതെ എന്റെ സ്വന്തം മോളെന്നറിഞ്ഞ് നീ അവനെ ഡേറ്റിന് വിളിച്ചിരുന്ന ഇത്രയും വലിയ കള്ളം നീ എന്നോട് പറഞ്ഞല്ലേ, നിന്നെയൊക്കെ ഞാൻ സഹായിച്ച എന്നിനെ അവളുടെ അച്ഛനോട് ദേഷ്യപ്പെടുമ്പം മറ്റവളാണെ പേടിച്ചിട്ട് അന്ന് അവൾ അറിയാതെ പറഞ്ഞെന്നറിഞ്ഞ് അത് അവൾക്ക് പറ്റിയ തെറ്റാന്നറിയും. പക്ഷെ ഇതൊന്നും ഷീഗോന്റെ അച്ഛനെ ഇപ്പൊ വിശ്വസിക്കാൻ തയ്യാറില്ല. അങ്ങനെ ഇവളന്ന് ചെയ്ത കാരണം അവൻ ആ ദേഷ്യത്തിൽ ഇങ്ങനെ ബിസിനസ്സിനെല്ലാം പ്രശ്നക്കാരനായിട്ട് വന്നേന്നറിഞ്ഞ് അതോർത്ത് ഇവളോട് ദേഷ്യപ്പെടാത്തത് ഇപ്പൊ കുറ്റബോധം ഉണ്ടെന്നറിയും. അങ്ങനെ അതും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ തന്നെ അവളുടെ അച്ഛനെ വയ്യാതാകുമ്പം മറ്റേ ലേഡിയും കരഞ്ഞോണ്ട് നിങ്ങളില്ല എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവര് ഇവിടുന്ന് കരയാൻ തുടങ്ങും. അത് ഉള്ളയാണോ അല്ല ആക്ടിങ് ആണോ ദൈവത്തിനറിയാം. അതിനുശേഷം ഷീഗോന്റെ അച്ഛനെ സമ്മാനപ്പെടുത്തി അങ്ങേ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവളെന്ന് പറഞ്ഞയക്കുമ്പം അടുത്ത സെക്കൻഡ് ഇവളുടെ അമ്മയാണ് നിനക്കൊരു കള്ളം പോലും പറയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ തെറ്റൊക്കെ പറഞ്ഞു കൊടുത്ത് കുറെ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവൻ ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ഇവളെ കുറിച്ച് പറയാത്തത് അവന്റെ നല്ല മനസ്സാന്ന് പറഞ്ഞ് എന്തായാലും ആ സമയത്ത് അവൻ ആശുപത്രി കാണാൻ പോയിരുന്നെങ്കിൽ ഇവളോട് കുറച്ച് സ്നേഹം വന്ന് ചിലപ്പോൾ ആ റിച്ച് ആയിട്ടുള്ള പയ്യനെ കെട്ടിയെന്ന് പറഞ്ഞ് ഇവളുടെ അമ്മ കിട്ടിയ ചാൻസ് മിസ്സാക്കി എന്നറിയും. അപ്പോഴാണ് അവളും ആദ്യമേ അമ്മയ്ക്ക് ഇങ്ങേര് കെട്ടിയായിരുന്നെങ്കിൽ അവൾ നല്ല അന്തസ്സോടെ ജീവിച്ചേനെന്ന് പറഞ്ഞ് ആ കാര്യം പറയുമ്പം ഇത് കേട്ട് ഇവളുടെ അമ്മയും പണ്ടേ ഇങ്ങേര് കെട്ടിയ ഇങ്ങേര് ഭിക്ഷക്കാരനായിരുന്നു പറഞ്ഞ് ആ സമയത്ത് ഇവളുടെ അച്ഛനായിരുന്നു ബെറ്റർ എന്നറിയും. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയാണ് ഇവരാൾക്കാരിങ്ങനെ മാറ്റി മാറ്റി പോകുന്നത്, അല്ലാതെ ഷീഗോന്റെ അച്ഛനോടുള്ള സ്നേഹം കാരണമെന്നല്ല. അതിനുശേഷം ഇവിടെ ഷീഗോന്റെ അച്ഛനും അങ്ങേര് ചെയ്തേക്ക് ആലോചിച്ചൊക്കെ വിഷമിച്ച് ഇപ്പൊ ഷീഗോന്റെ അമ്മയ്ക്ക് ഒരു വലിയ എമൗണ്ട് അയച്ചു കൊടുക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവളുടെ അമ്മയാണ് പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് ഇത്തരം തുക എന്തിനാ അവർക്ക് അയച്ചെന്ന് ചോദിക്കുമ്പം അച്ഛനാണ് അത് ഷീഗോന്റെ ചെലവിന് വേണ്ടി അയച്ചാന്ന് അറിയും. അങ്ങനെ ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റാതെ അപ്പൊ തന്നെ ഷീഗോനെ വിളിച്ച് ചോദിക്കുമ്പം അവള് അച്ഛനായിട്ട് സംസാരിച്ച കാര്യമൊക്കെ പറഞ്ഞ പിന്നെ അമ്മ വിഷമിക്കും പറഞ്ഞ് അവൾക്ക് പൈസ എന്തിനാ അയച്ചെന്ന് അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ എന്തേലും തെറ്റ് ചെയ്തോണ്ടായിരിക്കും ഇത്തരം പൈസ അയച്ചെന്ന് പറഞ്ഞ് അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പം ഇതേക്കുന്ന അവളുടെ അമ്മയും എങ്കിൽ പിന്നെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ ലിന്നനെ കാണിക്കുക. അവനാണ് ഇപ്പൊ ഭയങ്കര ദുഃഖത്തിലുള്ള വേറൊരു പെങ്കൊച്ചിന് വേണ്ടി ഇവന്റെ ലൈഫ് തന്നെ ഇല്ലാതായി പോയെന്ന്. അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് അവൻ കമ്പനിക്ക് വരാതിരിക്കുമ്പം ഇവരുടെ ഹെഡാണ് മിസ്റ്റർ ലിൻ ബിസിനസ് ട്രിപ്പിന് പോയെന്ന് പറയും. അങ്ങനെ അത് കേട്ട് ഇവിടെ ഷീഗോൻ അവനോർത്ത് വിഷമിക്കും. അപ്പോഴാണ് അവന്റെ ചാറ്റ് എടുത്ത് നോക്കുമ്പോൾ അവൻ ഇനി കുറച്ച് ദിവസത്തേക്ക് തനിച്ചിരിക്കാൻ പോവെന്നറിഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ഇട്ടേക്കും. അതിനുശേഷം ഇവിടെ ലിന്നും അവന്റെ ദുഃഖങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അവൻ ബിസിനസ് ട്രിപ്പിന് വന്നേക്കും. അങ്ങനെ അവൻ അവിടുത്തെ കാഴ്ചയെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പം അതിന്റെ ഇടയിൽ കൂടെ തന്നെ അവന്റെ ബിസിനസ് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ ഡീലൊക്കെ ഇട്ടിട്ട് അവസാനം അവന് റൂമിൽ നിന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവൻ പോയ സ്ഥലത്തിന്റെ ഫോട്ടോസൊക്കെ അവൻ ശേഖരിച്ച് വെച്ചിട്ട് അവസാനം ഷീഗോനെ ലെറ്റർ എഴുതാൻ തീരുമാനിക്കും. അതുകൊണ്ട് അവന് പേനയെടുത്ത് ഇവൾ ആദ്യം എവിടെ വെച്ചാ കണ്ടേന്നറിഞ്ഞ് അവൻ എല്ലാ കാര്യം അവന് തോന്നുന്ന എഴുതി വെക്കും. അതായത് ലിൻ അവൾ ആദ്യം കണ്ടുമുട്ടിയത് ഒരു ബർത്ത്ഡേ പാർട്ടി വെച്ച. അങ്ങനെ ആ സമയത്ത് ഇവൻ അവിടെ വരാൻ പോലും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇവന്റെ അപ്പൂപ്പൻ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം അവൻ അവിടേക്ക് പോയ. അപ്പോഴാണ് അവിടെ അവന്റെ കൂട്ടുകാരനായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവന്റെ കൂട്ടുകാരനും ഇവിടെ കുറെ ബിസിനസ്സുകാർ എന്നോടെന്ന് പറഞ്ഞ് അവരായിട്ടൊക്കെ സംസാരിച്ച ഇവൻ യൂസ്ഫുൾ ആണെന്നറിയും. ഇതേക്കുന്ന അവനാണ് ഒരു ഡോക്ടറായിട്ട് അവൻ എന്തിനാ ഈ ബിസിനസ്
ബിസിനസ്സുകാരായിട്ടൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് അവൻ ജസ്റ്റ് ഓപ്പറേഷൻ റൂമിൽ ഒന്ന് ഹലോ മാത്രം പറയാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവന്റെ കൂട്ടുകാരനും കളിച്ച തമാശ എന്നറിഞ്ഞ് അവനെങ്കിൽ പിന്നെ പരിചയപ്പെട്ടവരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ലിൻ മൊത്തത്തിൽ ബോറടിച്ചിരിക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് ഷീഗോന്റെ അച്ഛനാണ് നിയാനായിട്ട് അവിടെ കയറി വരും. അങ്ങനെ ഇത് ലിന്നും കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ പുറകെ ഇരിക്കുന്ന രണ്ടുപേരാണ് അവളുടെ അച്ഛന്റെ കൂടെ വന്നേക്കുന്ന അയാൾ രണ്ടാമത് ഗേൾഫ്രണ്ട് ആക്കിയ ആ ലേഡിയുടെ മകളാണ് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ലിനിന് മനസ്സിലായി അയാളുടെ മകളല്ല നിയാനെന്ന്. അതിനുശേഷം പെട്ടെന്ന് അവിടേക്ക് വന്ന ഷീഗോനാണ് അവളുടെ അച്ഛനായിട്ട് ഒരാൾ സംസാരിക്കുന്നുണ്ട്. ഇവള് പെട്ടെന്ന് അങ്ങേരായിട്ട് തർക്കിക്കാൻ തുടങ്ങും. അങ്ങനെ അവളാണ് യഥാർത്ഥത്തിൽ മിസ്റ്റർ ചെങ്ങിന്റെ മകളാന്ന് മനസ്സിലാക്കി അവൾ അന്ന് ആ ബിസിനസ്സുകാരനായിട്ട് തർക്കിച്ചപ്പോ ഇവ മൊത്തത്തിൽ വീണോ എന്നറിഞ്ഞ് അവൻ ആ കാര്യമൊക്കെ ലെറ്റർ എഴുതി വെച്ചോണ്ടിരിക്കും. ഇതേ സമയം തന്നെ ഇവിടെ ഷീഗോനും അവനയച്ച മെസ്സേജ് കണ്ടിട്ട് ഇവൻ ഇനി എന്നാ തിരിച്ചു വരുന്നതെന്നറിഞ്ഞ് അവനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് ഷീഗോനാണ് കമ്പനിക്കാരിയായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇവൾക്ക് ലെൻ അയച്ചൊരു പോസ്റ്റ് വരും. അങ്ങനെ അതിനുശേഷം അവൾ അതെടുത്തോണ്ട് അവിടുന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ബസ് വെച്ച് അവൾ വായിച്ചു നോക്കുന്നതിന് മുമ്പേ അവൾ ലിന്നെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. കാരണം അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്ന അവൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്തിൽ കൂടെ തന്നെ ഇവൾ ആശുപത്രി കൊണ്ടാക്കിയെന്ന്. അങ്ങനെ അന്ന് ആ സമയത്ത് ഇവള് കാരണം ആക്സിഡന്റ് സംഭവിച്ചെന്ന് അറിഞ്ഞ് അവൻ ഭയങ്കര വിഷമിച്ച് കാണും. കാരണം ഇവളെ കാണാനുള്ള സന്തോഷത്തിൽ മാത്രം അവൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാതിരുന്നിട്ട് ആ ഒരു വന്ന മൊമെന്റിൽ തന്നെ അവൻ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നറിഞ്ഞ് അവൻ ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്തെന്ന് ഇവൾക്ക് മനസ്സിലാവും. കാരണം അവൻ അതൊക്കെ മറന്നത് ഇവൻ ഇഷ്ടപ്പെടുന്ന ഷീഗോനായതുകൊണ്ട്. പക്ഷെ സത്യത്തിൽ അവള് പോലല്ലായിരുന്നു അന്ന് അവനെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി ഇവള് ബസ് വെച്ച് തന്നെ അവൻ ഇത് ലെറ്റർ അയച്ചു നോക്കും. അപ്പോഴാണ് അവൻ ഇതുവരെ പോയ സ്ഥലത്തിന്റെ ഫോട്ടോസൊക്കെ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ അവൻ ഇത് ലെറ്ററും കാണും. അപ്പോഴാണ് അവൻ ആദ്യം ഇവൾ എങ്ങനെ കണ്ടുമുട്ടിയെന്നറിഞ്ഞ് ആ കാര്യമൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഓർത്ത് നോക്കുമ്പോഴാണ് അവൾ ഇഷ്ടമല്ലാതെ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയെന്നറിഞ്ഞ് അവൾ ആ പഴയ സംഭവങ്ങളൊക്കെ ഓർത്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവളെല്ലാവരോടൊക്കെ സംസാരിച്ചിട്ട് അവൾ ഒറ്റയ്ക്കൊന്നിരിക്കുമ്പോഴാണ് ഇവളുടെ പുറയെന്ന് കുറച്ച് ബിസിനസ്സുകാരൊക്കെ ഇവളുടെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതായത് ഇവളുടെ അമ്മയെ ഒന്നിനും കൊള്ളത്തോണ്ട് അയാൾ പ്ലാൻ ചെയ്ത് ഡിവോഴ്സ് ചെയ്ത് ഇപ്പൊ വേറൊരു ലേഡിയെ കൈപ്പറ്റിയെന്ന്. അങ്ങനെ അനാവശ്യമായിട്ട് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ അച്ഛൻ വന്ന ഉടനെ അയാൾ നാണമാനൊന്നുമില്ലാതെ പെട്ടെന്ന് ബിസിനസ് ഡീൽ സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കേട്ടോണ്ടിരുന്ന ഷീഗോനായിരിക്കും അവൾ ആ ദേഷ്യത്തിൽ ആ കാർഡ് വാങ്ങിച്ചിട്ട് അയാളോട് തർക്കിച്ചോണ്ടിരിക്കുന്നത്. ഇതേ സമയം ഇവൾ ഇവിടെ വന്ന കാര്യം അവളുടെ അച്ഛനെ അറിഞ്ഞ് എന്തുകൊണ്ടാ മുമ്പേ പറയാത്തേന്ന് ചോദിക്കുമ്പോൾ അവൾ അച്ഛന്റെ കൂടെ വന്നതല്ല അവളുടെ അമ്മയ്ക്ക് വരും ഇവിടെ കൊന്നയാന്നറിയും. അങ്ങനെ അതുകൊണ്ട് അവളുടെ അച്ഛനും കുറെ സ്നേഹം കൊടുത്ത് വളർത്തോണ്ട് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞ് അയാളുടെ മാനം കാക്കാൻ വേണ്ടി നോക്കും. ഇതേ സമയം ഷീഗോനാണ് മറ്റേ വ്യക്തിയെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ അവൾ കേട്ടെന്നറിയും. അതോടെ അങ്ങേരാണ് പേടിച്ചിട്ട് മോൾക്ക് തെറ്റുപറ്റി കാണുന്നറിഞ്ഞ് അയാൾ അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലെന്നറിയും. ഇത് കേട്ട് അവളാണ് അത്രയും പേര് കേൾക്കത്തക്ക രീതി പറഞ്ഞിട്ട് ഇവിടെ വന്നെന്തിന് ആക്ട് ചെയ്യുന്നറിഞ്ഞ് ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ വന്ന അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ പറയും. അങ്ങനെ ഇവളുടെ അമ്മയെ കുറിച്ച് അങ്ങനെ താഴ്ത്തി പറയണ്ട, ഇവളുടെ അമ്മ കാരണം ആ കമ്പനി തന്നെ ഉണ്ടായെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങേരെ പേടിപ്പിച്ചോണ്ടിരിക്കും. കാരണം സത്യത്തിൽ ഷീഗോന്റെ അമ്മയാണ് ബിസിനസ്സൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ അവരെ സഹായിച്ചോണ്ട് മാത്രമാണ് അവളുടെ അച്ഛൻ ഈ നിലയിലെങ്കിലും വന്നിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞ് അവൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ലിന്നാണ് അവൾ ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ ഇവിടെ വെച്ചാണ് അവന്റെ ഇഷ്ടം തുടങ്ങിയത്. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കിയിട്ട് അവളും അപ്പൊ അന്ന് ആ പാർട്ടിയിൽ അവനും വന്നായിരുന്നു പറഞ്ഞ് ഇവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനർത്ഥം അന്ന് അവന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയപ്പോ അവൻ ആ ഡേറ്റ് സമയമെല്ലാം പറഞ്ഞത് കറക്റ്റ് അതേ ദിവസമെന്ന് പറഞ്ഞ് ഇവളെ തന്നെ ഉദ്ദേശിച്ചെന്ന് അവൾ മനസ്സിലാക്കും. അങ്ങനെ ഇവളുടെ കൂടെ എങ്ങനെയൊക്കെ ക്ലോസ് ആകാൻ വേണ്ടിയാ അവൻ അന്ന് ഇവള് ഡേറ്റിന് വിളിക്കുമെന്ന് വിചാരിച്ച് അവൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടെന്ന് അറിയും. അങ്ങനെ ആ സമയത്ത് ഇവൻ ആക്സിഡന്റ് പറ്റി അവൻ സീരിയസ് ആയിട്ട് ആശുപത്രി കടന്നെന്ന് അറിഞ്ഞിട്ട് ആ സമയത്ത് ഇവള് ഡേറ്റിന് വിളിച്ചിട്ട് വന്ന് കാണാത്തോണ്ട് അവൻ അതോർത്ത് ഭയങ്കര വിഷമിച്ചെന്നറിയും. പക്ഷെ ഇപ്പൊ അവന് മനസ്സിലായി അത് ഇവളുടെ തെറ്റല്ല, മറ്റേ പെങ്കൊച്ച് ഇവളായിട്ട് കാണിച്ചതുകൊണ്ട് നടന്ന സംഭവമാണ്. പക്ഷെ ഈ സത്യമൊക്കെ അറിയുന്ന മുമ്പേ തന്നെ അവൻ ഇവളെ ഒരു ഡീമൺ ആയിട്ടാണ് കണ്ടത്, ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത ഒരു ഡീമൺ. പക്ഷെ എന്നാൽ ആ സമയത്തും അവൻ ഇവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെയാ അവളെ നേരിട്ട് കാണാൻ വേണ്ടി അവൻ മനഃപൂർവ്വം അവന്റെ അപ്പൂപ്പന്റെ കമ്പനിയിൽ നിന്ന് മാറി ഒരു ചെറിയ പോസ്റ്റിലേക്ക് ഇവൾ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് വന്ന്. പക്ഷെ ആ സമയത്തും ആദ്യം ഇവൾ ഇവനെ കണ്ടപ്പോ തന്നെ മനസ്സിലായെന്ന് അറിഞ്ഞപ്പോ അവന് പിന്നീട് നല്ല ദേഷ്യമായി. അങ്ങനെ ആ ദേഷ്യത്തില് ആദ്യം ഇവളോടൊക്കെ സംസാരിച്ചെന്ന് അറിഞ്ഞ് ഇവൻ അതൊക്കെ പറഞ്ഞിട്ട് അതിനെല്ലാം സോറി പറയും. കാരണം അവൻ വിചാരിച്ചെല്ലാം തെറ്റാ, സത്യത്തിൽ ഇതിനെ കുറിച്ച് ഇവൾക്കൊരു പിടിയില്ലായിരുന്നു. അങ്ങനെ ആ ലെറ്ററൊക്കെ എടുത്തോണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവസാനം അവനും ഇവൾ എവിടെ ഉണ്ടെങ്കിലും അവൻ ഇവൾക്ക് വേണ്ടി അന്വേഷിച്ചു അറിഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടേക്കും. അങ്ങനെ അതൊക്കെ വായിച്ചു നോക്കി അവൾ ഇവിടെ ഇമോഷണലായി അവനെ ഫോൺ വിളിക്കും. അപ്പോഴാണ് ഫോൺ എഴുതുന്ന ലിന്നാണ്. ഒന്നും പറയാതിരിക്കുമ്പം അവളും കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഇവന്റെ ലെറ്റർ വന്നെന്ന് പറഞ്ഞ് അവൾ ആദ്യം സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവനും അതൊക്കെ അവൾ വായിച്ചു നോക്കിയാലും ചോദിക്കുമ്പം ഇവൻ ഇവളെ വിളിക്കാതെ കുറെ സ്ഥലത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് ആ ഫോട്ടോസൊക്കെ കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയും. എന്നിട്ട് ഇവൻ എപ്പോഴാ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പം ലിന്നാണ് ഇന്ന് വരായിരുന്ന പക്ഷെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് ഇവനിപ്പോ ഇവിടെ അടുത്തുള്ള ജില്ലയിൽ തന്നെ നിൽക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളാണ് എങ്കിൽ പിന്നെ അടുത്തുണ്ടെങ്കിൽ രാത്രി ട്രെയിനിൽ കയറി വരാലോന്ന് പറഞ്ഞ് അവനെ വരാൻ പറയുമ്പം ഇത് കേട്ട് അവൻ
അവനും സത്യത്തിൽ വരണമെന്നറിഞ്ഞ് അവളോട് ചോദിക്കും. അതോടെ അവളാണ് വരുമ്പം വിളിച്ചത് ഞാൻ കാർ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അവൻ നേരത്തെ വരാൻ വേണ്ടി ഇവള് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ അവന് വിളിക്കാൻ വേണ്ടി ഇവൾ ഇറങ്ങുമ്പോഴാണ് ഇവളുടെ അമ്മയും കഴിച്ചിട്ടൊക്കെ പോകാൻ പറയും. പക്ഷെ അവളാണ് ധൃതിയിൽ ലിന്നെ കാണാനുള്ള സന്തോഷത്തിൽ നേരത്തെ ഓടിച്ചില്ലും. അതിനുശേഷം ഇവളും അവന് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവളാണ് ആലോചിച്ച് നോക്കും ഇവന് വേണ്ടി ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറി വന്നത് കുറച്ച് ഓവറായി പോയാന്ന്. അങ്ങനെ അവൻ കണ്ടാവെല്ലാം വിചാരിക്കുന്നറിഞ്ഞ് ഇവള് പുറത്തേക്ക് പോകണോ വേണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ ലിന്റെ ട്രെയിൻ അവിടേക്ക് വരും. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് പെട്ടെന്ന് അവനെ കണ്ടങ്ങ് ഒളിഞ്ഞിരിക്കും. അങ്ങനെ ഇവളൊരു സർപ്രൈസ് തരാൻ വേണ്ടി നിൽക്കുക. പക്ഷെ അതേസമയം അവനാണ് ഇവളെ കാണാതെ പുറത്തേക്ക് അങ്ങ് നടന്നു പോകും. ഇത് കണ്ട് ഇവളാണ് ഷോക്കായിട്ട് പറഞ്ഞോലെ ഞാൻ എന്തിനാ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് വഴി മാറിപ്പോയെന്ന് വിചാരിച്ച് അവന്റെ പുറകെ തന്നെ ഓടിച്ചില്ലും. അങ്ങനെ കുറച്ചു ദൂരം അവൻ അറിയാതെ ഇവന്റെ പുറകെ തന്നെ നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് ലിന്നാരോ ഫോളോ ചെയ്യുന്നപോലെ മനസ്സിലാക്കി അവൻ അങ്ങ് തിരിഞ്ഞു നോക്കും. അതോടെ ഇവളെ കണ്ട് അവനാണ് ഇവള് പുറത്ത് വെയിറ്റ് ചെയ്യാതെ അകത്തെന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതേസമയം അവളും പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് അവള് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞ് അവളൊരു റീസൺ പറയും. അങ്ങനെ ഇത് കേട്ട് അവന് മനസ്സിലാവും ഇവന് വേണ്ടി അവള് അകത്തേക്ക് കയറി വന്നതാണ്. അതുകൊണ്ട് അവന് സന്തോഷിച്ച് ചിരി വന്നാലും ഇവളോട് പുറത്ത് കാണിക്കാതെ ഇവള് പറഞ്ഞൊരു പോയിന്റാന്ന് പറയും. അപ്പോഴാണ് അവളും അതുമാത്രമല്ല നീ ട്രെയിനിന്റെ സമയം രാവിലെ 9 മണിന്നാ പറഞ്ഞ, പക്ഷെ ട്രെയിൻ വന്നത് 11 മണിക്ക്, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ എന്നിന് അവള് ചോദിക്കുമ്പോ തന്നെ അവള് വിചാരിക്കും ചിലപ്പോ ഇവളോട് നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റാത്തോണ്ട അവൻ ട്രെയിനിന്റെ സമയം മാറ്റി പറഞ്ഞെന്ന്. അപ്പോഴാണ് അവനും ചിലപ്പോ ഇവള് നല്ലോണം കൂർക്കമ്പലി ചുറങ്ങുമെന്ന് പേടിച്ചിട്ട അവൻ നേരത്തെ ആ സമയം പറഞ്ഞെന്നറിയും. എന്നിട്ട് അവൾ ഇനി കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ കൊടുത്തിട്ട് അവരൊരുമിച്ച് പുറത്തേക്ക് ചെല്ലും. എന്നിട്ട് ഇവരും പുറത്തിരുന്ന് കഴിക്കുമ്പോഴാണ് അവളാണ് ഇവ മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങിയെന്നറിഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് എവിടെയും പോകാൻ പറയും. അപ്പോഴാണ് അതേസമയം അവന് പ്ലം ഗാർഡനിൽ പോകാൻ താല്പര്യമുണ്ടെന്നറിഞ്ഞ് ആ സ്ഥലത്തേക്ക് ഇവളെ വിളിച്ചോണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കും. ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ അത് എന്റെ സ്ഥലമെന്നറിഞ്ഞ് അവള് വില കുറവിൽ തന്നെ അവിടേക്ക് വിളിച്ചോണ്ടോന്നറിയും. അങ്ങനെ അതും പറഞ്ഞ് അവള് കാറിൽ കയറി ഇരിക്കുമ്പം ഇവനാണ് അവൻ ഓട്ടിക്കാന്നറിഞ്ഞ് ഇവള് പുറത്തേക്ക് ഇറങ്ങാൻ പറയും. അപ്പോഴാണ് അവളും ഇവന്റെ ഡ്രൈവിംഗ് സ്കിൽസ് കണ്ട് പേടിച്ചിട്ടല്ല, പക്ഷെ എന്നാൽ ഇവന്റെ സ്കിൽസിൽ കുറച്ച് പേടിയുണ്ടെന്നറിഞ്ഞ് അവൻ അപ്പുറത്ത് നിന്നിരിക്കാൻ പറയും. അങ്ങനെ അതിനേശം ഇവള് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പം അവൾക്ക് വഴി അറിയാതെ പെട്ടെന്ന് നേരെ അങ്ങ് ചെല്ലും. അതിനേശം അത് മനസ്സിലാക്കി അവളും കാർ അവിടെ നിർത്തിയിട്ട് ലൊക്കേഷൻ നോക്കുമ്പോഴാണ് കുറച്ച് ബാക്കിലായിരുന്നു ഇവര് പോകേണ്ട സ്ഥലത്തുള്ള വഴി. അതുകൊണ്ട് അവനാണ് ഇതിനു മുമ്പ് കണ്ട റോഡ് ലെഫ്റ്റ് എടുത്താൽ മതി എന്നറിഞ്ഞ് അവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേൾക്കുന്ന അവളും എങ്കിൽ പിന്നെ അതറിയായിരുന്നെങ്കിൽ മുമ്പ് എന്താ പറയാത്തേം ചെയ്യിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ ഇവള് ഷോർട്ട് കട്ടൊക്കെ യൂസ് ചെയ്ത് പോകുമായിരിക്കും എന്നറിഞ്ഞ് അവൻ അതുകൊണ്ടൊന്നും പറയാത്തേന്ന് അറിയും. അതോടെ അവളാണ് മൊത്തത്തിൽ ചമ്മി പോയിട്ട് ഇനിയിപ്പോ ഇവനോട് എന്താണെന്ന് അറിയാതെ അവൾ കാർ വളച്ചോണ്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലം ഗാർഡൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അവളെ വിളിച്ചോണ്ട് ആ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ അവിടുത്തെ കളർഫുൾ ആയിട്ടുള്ള ആ സ്ഥലത്തിന്റെ അകത്തോടെ ഇവർ നടന്നു പോകുമ്പോഴാണ് അവളാണ് ഇവള് ഫസ്റ്റ് ആയിട്ട് ഈ സ്ഥലത്തേക്ക് ഡേറ്റിന് വിളിച്ചായിട്ട് വിചാരിച്ചാണോ കമ്പനി വെച്ച് ആദ്യം ഇവളോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് തന്നെയാന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് അവൻ അതൊക്കെ മറന്നളഞ്ഞെന്നറിയും. അതോടെ അവളാണ് വിഷമിച്ചിട്ട് ഇവൻ കാണിച്ചൊരു വമ്പൻ തെറ്റാന്നറിയും. കാരണം ഇവളോട് ആദ്യം ഞാൻ ചോദിച്ചായിരുന്നെങ്കിൽ ഇത്രയും വലിയ സങ്കടമൊന്നും വരത്തില്ലായിരുന്നു എന്നറിഞ്ഞ് അവളെ കണ്ടിട്ട് ഒരു മോശമായിട്ടുള്ള വ്യക്തിയായിട്ട് തോന്നാൻ ചോദിക്കും. അപ്പോഴാണ് അവനും സത്യത്തിൽ ഇവൾ അങ്ങനല്ല, അവനാ തെറ്റിരിച്ചെന്നറിഞ്ഞ് ആദ്യം തൊട്ടേ അവന്റെ മനസ്സിൽ ഇവളെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂന്നറിയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവള് തെറ്റ് ചെയ്താലും അവന് മറക്കമുള്ള ഒരു മനസ്സ് വന്ന്. അങ്ങനെ ഈ കാര്യം അവനും പറഞ്ഞ് സോറി പറയുമ്പം ഇത് കേട്ട് അവളാണ് ഒരു ഷച്ച് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവസാനം വരെ ഇവൻ ഇതിനെ കുറിച്ച് അപ്പൊ സംസാരിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ് അവള് സങ്കടത്തി ഇത്രയും ദിവസം എന്തിനാ അവൻ കറങ്ങാൻ പോയെന്നറിഞ്ഞ് ഇവനെ കുറെ മിസ് ചെയ്തെന്ന് പറയുമ്പം അതേസമയം അവനും ഇവളെ കാണാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട അവൻ ഒറ്റയ്ക്ക് പോയെന്നറിയും. കാരണം ഇവളുടെ പേരും പറഞ്ഞ് വേറൊരു പെങ്കൊച്ചു വിളിച്ചെന്നറിഞ്ഞ് ഇവന് ആക്സിഡന്റ് സംഭവിച്ചത് നല്ല സങ്കടമാണുള്ള. അങ്ങനെ അതുകൊണ്ട് അവൻ അതൊക്കെ സഹിക്കാൻ പറ്റില്ലെന്നറിഞ്ഞ് അവനും പറഞ്ഞിട്ട് ഇവളെ ശുവാൻശുവിനെ ആദ്യം എപ്പോഴാ കണ്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പാർട്ടിക്ക് ശേഷം അവളുടെ അനിയന്റെ വീട്ടിൽ വെച്ച അവള് കണ്ടേന്ന് പറയുമ്പം ഇവനാണ് എങ്കിൽ പിന്നെ ആദ്യമേ ഇവനെ ഇവളെ കണ്ടേന്ന് പറഞ്ഞ് ഒരു ഷന്ന് ഇവള് കണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവൻ ഇഷ്ടപ്പെടുവാൻ ചോദിക്കും. അപ്പോഴാണ് അവള് പെട്ടെന്ന് ഫ്യൂച്ചർ അവൾ ഇവന്റെ കൂടെ തന്നെ കാണുന്നറിയും. അങ്ങനെ ഇത് പറഞ്ഞു കേട്ട് അവനാണ് ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇവളുടെ മനസ്സ് ഒരു നില നിൽക്കാത്തോണ്ട് ഇങ്ങനെ ഒരു വർത്തമാനം വന്നായിരിക്കും എന്നറിഞ്ഞ് അവൾ നല്ലോണം ആലോചിച്ചിട്ട് പിന്നീട് പറഞ്ഞോ എന്നറിയും. അപ്പോഴാണ് അവളും അത് ഈ സമയത്ത് വന്നേ ഒന്നല്ല, ഇവനെ കണ്ടപ്പോ തൊട്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതിപ്പോഴാ അവൾക്ക് ഫുൾഫിൽ ആയെന്നറിഞ്ഞ് ഇവളുടെ കൂടെ അവൻ എപ്പോഴും കാണുകയും ചെയ്യിക്കും. അങ്ങനെ അതോടെ അവന് തീർച്ചയായിട്ടും അറിഞ്ഞ് ഇവളെ ഹഗ് ചെയ്ത് ഇവ രണ്ടുപേരും കൂടെ ഇപ്പൊ പരസ്പരം ഇഷ്ടത്തിലാവും. അതിനുശേഷം ഇവൻ തിരിച്ച് കാറിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ലിന്നാണ് വഴിമാറി വന്നോണ്ട് ഇവളുടെ ലൈസൻസ് നഷ്ടപ്പെട്ടെന്നറിയും. അതോടെ അവള് ഇതൊക്കെ എപ്പോഴാ റൂൾസ് ആയെന്നറിഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനാണ് ചിരിച്ചിട്ട് അന്ന് ഒരുമിച്ച് വീഡിയോ ഗെയിം കളിക്കാൻ പോയപ്പോ ഇട്ട റൂൾസ് ഒക്കെ ഓർമ്മയില്ലെന്നറിഞ്ഞ് ഇവളുടെ ഇന്ന് താക്കോലയക്കും. അങ്ങനെ അതിനുശേഷം അവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവന് മനഃപൂർവ്വം വഴി തെറ്റിച്ച് പറഞ്ഞ് ഇവനെ ബെഞ്ച് ഇരുത്തല്ലെന്നറിയും. അപ്പോഴാണ് അവളും അത് റൂൾസിന്റെ ഭാഗത്തായിട്ട് ഇതൊരു സംസാരിച്ചില്ലെന്നറിഞ്ഞ് ഇനി അടുത്തായിട്ട് ഇവർ പോകാൻ തീരുമാനിച്ച പ്ലം ഗാർഡിൽ തന്നെ പോകുന്നെന്ന് അവൾ വയ്ക്കും. അപ്പോഴാണ് അവനാണ് ഇനി അതിന്റെ ആവശ്യമില്ല, ഇനി അവന്റെ ഫേമസ് ആയിട്ടുള്ള പ്ലം ഗാർഡൻ ഇതാന്ന് പറയും. കാരണം ഇവിടെ വെച്ചാണ് ഇവരൊന്നേർന്ന്
അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.